തോമസ് ജോൺ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. ഞാൻ 2018 സെപ്റ്റംബർ 19 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുക്കാനുള്ള കാരണം തന്നെ ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൈകെട്ടി യേശു, ഞങ്ങളുടെ അടുത്ത് കൈകെട്ടി യേശു എന്നൊരു കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നു. ഞാനവിടെ പോവുകയും അവിടെ പോകുമ്പോൾ എനിക്ക് ഈ കൃപാസനത്തിലെ പേപ്പർ കിട്ടുകയും ഞാൻ ആ പേപ്പർ പലതരത്തിലും ചോദിച്ചു, കൃപാസനം എവിടെയാണ് എന്തുവാണെന്നുള്ള കാര്യം ഞാൻ പലയിടത്തും ചോദിച്ചു. പക്ഷേ ഞാൻ ആ പലതവണ ഫോൺ ചെയ്തിട്ടും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഈ കൃപാസനം തിരക്ക് ഇവിടെ വരികയും ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് വന്നത്. എനിക്ക് മെയിനായിട്ട് ഇവിടെ 6 കാര്യങ്ങളാണ് ഞങ്ങൾ വെച്ചത്. എൻ്റെ ഇളയ മോളുടെ കുട്ടിക്ക് ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു അവൾക്ക് സംസാരശേഷിയും കേൾവിശക്തിയും കുറവാണോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അധികമായി ദുഃഖിച്ചു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ അസുഖമാണ്. ഭാര്യയ്ക്കെന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൽ വാൽവിൽ തടസ്സം ഉണ്ടാവുകയും നടക്കുവാൻ പോലും കഴിയുന്നില്ല. നടക്കുമ്പോൾ 4 സ്റ്റെപ്പ് പോലും നടക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും പല ഡോക്ടർമാരെയും കാണിച്ചു. പക്ഷേ ഒന്നും കുറവുണ്ടായില്ല. ഓരോ മരുന്നിനും എന്ന് പറഞ്ഞാൽ ഒരു ഗുളികയ്ക്ക് 100-150 രൂപ വരെ കൊടുത്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചു. എന്നിട്ടൊന്നും സുഖം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 2022 ഫെബ്രുവരി 28 എനിക്ക് എബ്രായർ 16 ഒരു വാക്യം വായിച്ചപ്പോൾ നീ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക, നീ അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുന്നത് കേട്ടു. വാക്യം ഞാൻ വായിച്ചു. ആ വാക്യത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ കൃപാസനത്തിൽ വരികയും 1-ാം തീയതി ഞാൻ മാർച്ച് 1-ാം തീയതി കൃപാസനത്തിൽ വന്നു. ഞാൻ വന്ന് ബ്രദറിനെ കണ്ടു. ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എനിക്കിതേപോലെ എൻ്റെ ഭാര്യയ്ക്ക് ശരീരം മൊത്തം നീരാണ്, കൊണ്ടുവരാൻ പോലും കഴിയുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ബ്രദർ പറഞ്ഞു, ഒന്ന് കൊണ്ടുവരാതെ അച്ഛനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴെന്ന് ഞാനിങ്ങ് പോരുന്നു. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മോളെ നീ കൃപാസനത്തിൽ പോകാത്തത് എന്തേ എന്ന് ഒരു സ്ത്രീ വന്നതിന് ശേഷം അടുത്ത് വന്നിരുന്നിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അത് നിൻ്റെ കാലിൽ എവിടെയാണ് നിൻ്റെ ശരീരത്തിൽ നീരെന്ന് ചോദിച്ചു. ആ നീര് തടവി, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അന്ന് തടവി ആ നീര് ആ നിമിഷം അപ്രത്യക്ഷമായി. ഇപ്പോൾ നടക്കാൻ കഴിയുന്നു, പോകാൻ കഴിയുന്നു. എല്ലാത്തിനും ഞങ്ങൾക്ക് സാക്ഷിയാണ്. പിന്നെ എൻ്റെ 2ാമത്തെ യോഗം വെച്ചിരിക്കുന്നതെന്ന് ഒന്നാമത്തെ യോഗം തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾ അമ്മ, അപ്പ, മാതാവേ എന്നിങ്ങനെ സംസാരിക്കുകയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവൾക്കും ദൈവം സൗഖ്യം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മരുമോന് ജോലിയിലൊരു ചെറിയൊരു പ്രശ്നമുണ്ടായി. അവിടെ ജോലിയിൽ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അറബികളാണ് മൊത്തം അറബികൾക്ക് ജോലിയാണ്. പുള്ളിക്കാരൻ 1-2 പേര് മാത്രമേ ഇവിടെ മലയാളീസുള്ളൂ. പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ എന്നും അവരുടേതായ ശല്യങ്ങൾ അനുഭവപ്പെട്ടു. പക്ഷേ എന്നാൽ ഞാൻ ഉപ്പും ഇവിടുത്തെ എല്ലാം കൊണ്ടുവന്നതിന് ശേഷമുള്ള ആ ശല്യപ്പെടുന്ന വ്യക്തിയുടെ കസേരയിൽ ഇട്ടപ്പോൾ പിന്നെ ഇന്ന് വരെയും ആ ജോലിക്കൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇന്നും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ അവിടെ ആ ബാങ്കിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഒരു വാഹനമായിരുന്നു. ഞാനൊരു വാഹനം വാങ്ങിച്ചു. വലിയ ആഗ്രഹത്തോടു കൂടി വാങ്ങിച്ചൊരു വാഹനമായിരുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവത്തില്ല, ബാറ്ററി ഡൗണ്, മറ്റെന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വണ്ടിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും കൊണ്ടുവന്നതിന് ശേഷം വണ്ടിയിൽ ഒഴിച്ച് തളിക്കുകയും കൃപാസനത്തിൽ തന്നിരിക്കുന്ന കാശുരൂപം വണ്ടിയിൽ തൂക്കിയിടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്കൊരു വിളി വന്നു, നിങ്ങളുടെ വണ്ടി കേടായിരിക്കുന്നു, നിങ്ങൾ ഇന്നടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ വണ്ടിയും കൊണ്ട് ആ വർക്ക്ഷോപ്പിൽ ചെല്ലുകയും അവിടെ വെച്ച് ഇത് ചെയ്തു. ആ വണ്ടിയിൽ നിന്നും ഇന്ന് വരെ, പിന്നെ 1 വർഷത്തോളമായി, ഇന്ന് വരെ യാതൊരു കുഴപ്പമില്ല. ആ വണ്ടി ഓടിച്ച് എനിക്കിന്ന് ഇവിടം വരെ വരുവാനുള്ള ശക്തി ദൈവം തന്നു. മാതാവിന് സ്തോത്രം. പിന്നെ എൻ്റെ അടുത്ത വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ റബ്ബർ വെട്ടാൻ വരുന്ന ആളുടെ എന്ന് പറഞ്ഞാൽ
ഭാര്യയ്ക്ക് തൊണ്ടയിൽ ക്യാൻസറിൻ്റെ അസുഖമാണെന്നും 3 മുഴയുണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്തു, സുഖപ്പെടുത്തിയ സുഖമായില്ല, വീണ്ടും ചെന്നപ്പോൾ വീണ്ടും 2 മുഴയും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ചായ ഇതേപോലെ ഇന്ന അസുഖങ്ങളാണല്ലോ, എനിക്ക് ജോലിക്ക് വരാൻ പോലും കഴിയുന്നില്ലല്ലോ, എന്തോ ചെയ്യും എന്ന് ചോദിച്ചു. ഞാനങ്ങനെ അവർക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ തൈലവും ഉപ്പും എണ്ണയും കൊടുത്തയച്ചു. എന്നിട്ട് ശേഷം ഒരു ബൈബിളും കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ 91-ാമത്തെ സങ്കീർത്തനം എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചായ എൻ്റെ ആ ഭാര്യയുടെ ക്യാൻസർ ആ മുഴയെല്ലാം പോയി, എല്ലാം അപ്രതീക്ഷിതമായി ഇപ്പം സുഖമായിരിക്കുന്നുവെന്ന്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഞാനെന്ന് പറഞ്ഞാൽ വേറൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടിയിട്ട് ഞാനെന്ന് പറഞ്ഞാൽ വളരെയധികം പൈസ പള്ളിയിൽ നിന്നും സമുദായത്തിൽ നിന്നൊക്കെ പിരിച്ച് 65,000 രൂപയോളം പിരിച്ച് ഞാൻ കൊടുത്തു. ആ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ കൂടി അതിന് വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. 19 വയസ്സേ ഉള്ളായിരുന്നു. അതെനിക്കൊരു വലിയ ദുഃഖമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. സ്തോത്രം ദൈവമേ, സ്തോത്രം ദൈവമേ, നന്ദി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സാക്ഷിയായിട്ട് ഇതാ ഇത് ഈ നീരെല്ലാം പോയി, ഒരു നീരുമില്ല, ശരീരത്തിൽ ഒരു നീരുമില്ല, എല്ലാം. പരിശുദ്ധമ്മ സൗഖ്യപ്പെടുത്തിയെന്നും അമ്മ സന്ദർശിച്ചതാണെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. പറ മൈക്കിലിപ്പം. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൂടെ ഇരുന്നു. ഞാൻ ആരാന്ന് ഒന്നും ചോദിച്ചുമില്ല. എൻ്റെ അടുത്തിരുന്ന് എന്താ മോളെ നീ ഇവിടെ പോകാത്തതെന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു എനിക്ക് കാറയിലോട്ടായാലും കാലെടുത്ത് വെച്ച് കയറാൻ ഈ കാലിൻ്റെ വണ്ണയ്ക്ക് 4 കൈ കൊണ്ട് പിടിച്ചാലും പറ്റാത്ത നീരായിരുന്നു. അങ്ങനെ ചോദിക്കുകയും അപ്പോൾ ആരാന്നോ എന്തുവാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അന്നേരം ഒന്ന് കാണട്ടെ ഇവിടെ നീരുന്ന്. അന്നേരം കാണിച്ചു. അപ്പോൾ ആ 2 കൈ കൊണ്ടും അമ്മ എൻ്റെ കാലെ ഒന്ന് താഴോട്ട് തടവി. ആ സമയത്ത് ആ നീര് പോയി. പിന്നെ ഇതുവരെയും വന്നിട്ടില്ല. എനിക്ക് വണ്ടിയിലൊക്കെ കയറാനും ഒക്കെ പറ്റുന്നുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രാർത്ഥനയാണ്. പുറപ്പാട് 40:35. വാഗ്ദാന പേടകത്തിൽ അത്യുന്നതമായ ദൈവത്തിൻ്റെ ശക്തി ആവസിച്ച് പരിശുദ്ധമ്മ ചോദിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 1:35 ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന്. ഇപ്പോൾ ഇവിടേക്ക് ഇത് സാക്ഷ്യം കേൾക്കുന്ന പലരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ കൊടുത്തൊരു മറുപടിയുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ കടന്നു വരും. ഉടമ്പടി എടുക്കുമ്പോൾ ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാണ് എടുക്കുന്ന ഓരോ ദൈവമക്കളിലും വന്ന് നിറയുന്നത്. ഒരു അദൃശ്യമായ ശക്തി, സഞ്ചാരി മാതാവിൻ്റെ അതുല്യമായ സാന്നിധ്യം. ഇപ്പോൾ പറഞ്ഞില്ലേ, അമ്മ വന്ന് അടുത്തിരുന്നുവെന്ന്. മരിയൻ ഉടമ്പടിയാണ്.